ശൂരത, വീര്യം, ധൈര്യം, സാമർഥ്യം, യുദ്ധ ഔത്സുക്യം, ദാനം, യജമാനത്വം ഇവ ക്ഷത്രിയ സ്വഭാവമാണ്. കൃഷിയും പശുരക്ഷണവും വാണിജ്യവും വൈശ്യ സ്വഭാവമാണ്. പരിചരണമാണ് ശൂദ്ര സ്വഭാവം. സ്വധർമാനുഷ്ഠാനമാണ് ശ്രേയസ്സിന് നിദാനം. സ്വധർമ്മത്തിൽ ദോഷം കാണുന്നുവെങ്കിലും സ്വധർമ്മനിയുക്തമായ കർമ്മം ത്യജിക്കരുത്. എന്തെന്നാൽ എല്ലാ കർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന പോലെ ദോഷത്താൽ സമാവൃതമാണ്. ആത്മജയം സാധിച്ച അനാസക്തൻ കർമ്മഫലത്യാഗം കൊണ്ട് മുഖ്യമായ നൈഷ്കർമ്മ്യത്തിൽ സിദ്ധി നേടുന്നു. ബ്രഹ്മത്വം പ്രാപിച്ച് ആത്മപ്രസാദം ലഭിച്ചവൻ ഒന്നിലും ദുഃഖിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. അവൻ എല്ലാ ഭൂതങ്ങളെയും സമഭാവനയോടെ കണ്ട് പരമ ആത്മഭക്തിയെ പ്രാപിക്കുന്നു. എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് നീ എന്നിൽ സാത്മീഭവിക്കുക. എന്നിൽ അഭേദീഭവിച്ച നീ എല്ലാ കർമ്മപ്രതിബന്ധങ്ങളും തരണം ചെയ്യും. അഹംഭാവം നിമിത്തം ഈ പ്രബോധനം നിരസിച്ചാൽ നീ നാശമടയും. നീ യുദ്ധം ചെയ്യുകയില്ല എന്ന് ശഠിച്ചാലും നിന്റെ പ്രകൃതി നിന്നെ അതിലേക്ക് നിയോഗിക്കും. ഹൃദയസ്ഥിതനായ ഈശ്വരനാണ് നിനക്ക് ശരണം. അത്യന്ത രഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് പകർന്നു തന്നു. പൂർണ്ണമായി വിമർശിച്ച് നിന്റെ ആഗ്രഹമനുസരിച്ച് നിനക്കിനി പ്രവർത്തിക്കാം. ഹേ അർജുന, എന്റെ ഉപദേശം നീ ഏകാഗ്രമായി കേട്ടില്ലേ? നിന്റെ അജ്ഞത ദൂരീകരിക്കപ്പെട്ടുവല്ലോ. അർജുനൻ അതിനിപ്രകാരം മറുപടി പറഞ്ഞു: ഭഗവാൻ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മിഥ്യാബോധം നീങ്ങി, എൻ്റെ സംശയം അകന്നു, എനിക്ക് കർമ്മസ്മൃതി കൈവന്നു. അവിടുത്തെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്നാണ് ഗീതാമഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ ശ്രീകൃഷ്ണൻ കറന്ന് പാർത്ഥന് ആ പാൽ നൽകുന്നു. ആയിരത്താണ്ടുകളായി ജ്ഞാനത്തിൻ്റെ പവിത്ര തീർത്ഥം മാനവരാശിക്ക് നൽകുന്ന മഹത് ഗ്രന്ഥമാണിത്. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് കർമ്മവിമുഖത നേരിട്ട അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പകർന്ന അമൃതജ്ഞാനം.